It is often said that revenge is to be done. Here we are discussing such a topic, The Conjurer's Revenge by Stephen Leacock. പക അത് വീട്ടേണ്ടതാണ്, അല്ലെങ്കിൽ പ്രതികാരം അത് വീട്ടേണ്ടതാണ് എന്ന് പലപ്പോഴും പറയപ്പെടുന്നുണ്ട്. അത്തരത്തിലൊരു കഥയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദ കോൺജുറേഴ്സ് റിവെഞ്ച്, സ്റ്റീഫൻ ലീകോക്ക് എഴുതിയ ദ കോൺജുറേഴ്സ് റിവെഞ്ച് എന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആൻഡ് സ്റ്റീഫൻ ലീകോക്ക് ഈസ് എ ഫേമസ് കനേഡിയൻ റൈറ്റർ. പ്രശസ്തനായ കനേഡിയൻ എഴുത്തുകാരനാണ് സ്റ്റീഫൻ ലീകോക്ക്. ആൻഡ് ദ സ്റ്റോറി റിവീൽസ് ദ പെർഫോമൻസ് ഓഫ് എ കോൺജുറർ. ഇവിടെ ഒരു കോൺജുറർ മീൻസ് മജീഷ്യൻ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നടക്കുകയാണ്. ആ സംഭവത്തിൽ ആ ഒരു പെർഫോമൻസ് നടക്കുന്ന, പ്രകടനം നടക്കുന്ന, മാജിക് നടക്കുന്ന അതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. ആൻഡ് ദ കോൺജുറർ ബിഗിൻസ് ദ ട്രിക്ക് ബൈ ഷോയിങ് ആൻ എംപ്റ്റി ക്ലോത്ത് ആൻഡ് ടേക്സ് ഔട്ട് എ ബൗൾ ഓഫ് ഗോൾഡ് ഫിഷ്. ആദ്യമായിട്ട് തന്നെ നമ്മളുടെ മാജിക് തുടങ്ങുകയാണ്. മാജിക് തുടങ്ങുന്ന സമയത്ത് ഒരു തുണി എടുക്കുന്നു, മാജീഷ്യൻ ഒരു തുണി എടുക്കുന്നു. ആ തുണി കുടഞ്ഞ് ഓഡിയൻസിനെ കാണിക്കുന്നു, അതിനകത്തൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ മന്ത്രം ചൊല്ലിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ബൗൾ ഓഫ് ഗോൾഡ് ഫിഷിനെ എടുക്കുന്നു. ആദ്യത്തെ ട്രിക്ക് അതാണ്. ആൻഡ് ദ ഓഡിയൻസ് വണ്ടേഴ്സ് അറ്റ് ദ ട്രിക്ക്, but a quick man on the front seat tells the audience that he had it up his sleeve. ഓഡിയൻസ് വളരെയധികം ഹാപ്പിയായി, ഭയങ്കര സന്തോഷം. കാരണം ഒന്നുമില്ലാത്ത ഒരു തുണിയിൽ നിന്നാണ് ഈ ഒരു ബൗൾ ഓഫ് ഗോൾഡ് ഫിഷ് എടുക്കുന്നത്. അത് കണ്ടുടനെ ഓഡിയൻസിന് വളരെ സന്തോഷമായി, അവർ കൈയടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മുൻനിരയിലിരുന്ന ക്യുക്ക് മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരല്ല, ക്യുക്ക് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ഓൾവേസ് ക്യുക്ക് ഇൻ ആൻസറിങ് ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ സ്പീഡിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്യുക്ക് മാൻ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ഉടനെ എഴുന്നേറ്റ് പറഞ്ഞു, അദ്ദേഹം മാജിക് ഒന്നും അല്ല ചെയ്തത്, ഇത് കള്ളത്തരമാണ്. അദ്ദേഹത്തിൻ്റെ ആ കോട്ടിൻ്റെ അടിയിൽ ഒളിപ്പിച്ചത്, അതായത് കൈയുടെ അടിയിലുള്ള ആ കോട്ടിൻ്റെ ആ ഭാഗത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നതാണ് ഈ ബൗൾ ഓഫ് ഗോൾഡ് ഫിഷ്, അല്ലാതെ ഇത് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് ട്രിക്ക് ഈസ് ഹിന്ദുസ്ഥാനി റിങ്സ്. അടുത്ത ട്രിക്ക് ആരംഭിച്ചു. അതായത് മജീഷ്യൻ ഈ സംഭവം കേൾക്കുന്നുണ്ട്, ഇദ്ദേഹം പറഞ്ഞ ഈ ക്യുക്കുമാൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അനങ്ങുന്നില്ല. അടുത്ത ട്രിക്കിലേക്ക് പ്രവേശിക്കുന്നു. അത് ഹിന്ദുസ്ഥാനി റിങ്സ് ആണ്. ആൻഡ് ഹീ ഷോസ് സെപ്പറേറ്റ് റിങ്സ് ആൻഡ് ജോയിൻസ് ദം ഇൻ എ ബ്ലോ. അദ്ദേഹം 2, 3, 4, 5 റിങ്സ് എടുക്കുന്നു. എന്നിട്ട് അതെല്ലാം കൂടി ഒരൊറ്റ അടി കൊടുക്കുന്നു, അന്നേരം ഇത് ജോയിൻ ചെയ്യുന്നു. അതാണ് അടുത്ത ട്രിക്ക്. ആൻഡ് ദ ക്യുക്കുമാൻ സഡൻലി സേസ് ദ സെയിം. അപ്പോഴത്തേക്ക് ആളുകൾ കൈയടിക്കാൻ തുടങ്ങുന്നു. ഉടനെ തന്നെ ഈ ക്യുക്കുമാൻ പറയുന്നു, ഇതങ്ങനെയല്ല, ഇത് കള്ളത്തരാണ്, മാജിക് ഒന്നുമില്ല ഇതിനകത്ത്, ഇതും അദ്ദേഹം ഓൾറെഡി ചെയ്തു വെച്ച കാര്യമാണ്, ഇത് കാണിക്കുന്നതേ ഉള്ളൂ, ഇതിലൊന്നും ഇല്ല എന്ന് പറയുന്നു. ആൻഡ് ദ കോൺജുറർ ഫീൽസ് വറീഡ് ബട്ട് പ്ലേസ് അനദർ ട്രിക്ക്. ഇതും കൂടി കേട്ടുടനെ ഈ മജീഷ്യന് സങ്കടമാകുന്നു, എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ വീണ്ടും അടുത്ത ട്രിക്കിലേക്ക് പോകുന്നു. ആൻഡ് ഹീ പുട്ട്സ് എ ഹാറ്റ് ആൻഡ് ഹീ ഗെയിൻസ് എ ഹാറ്റ് ഫ്രം ദ ഓഡിയൻസ് ആൻഡ് എക്സ്ട്രാക്ട്സ് 17 eggs. അദ്ദേഹം ഓഡിയൻസിൽ നിന്നും ഒരു ഹാറ്റ് വാങ്ങുന്നു, ഒരു തൊപ്പി വാങ്ങുന്നു. ആ തൊപ്പിയിൽ നിന്ന് 17 മുട്ടകൾ അദ്ദേഹം പുറത്തെടുക്കുന്നു. ആൻഡ് ദ പീപ്പിൾ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് വണ്ടർഫുൾ ബട്ട് ദ ക്യുക്ക്മാൻ സെഡ് ദ സെയിം. ജനങ്ങൾക്ക് വളരെ ആവേശം ഉണ്ടാകുന്നു, കാരണം ഇത് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നാണ് ഈ തൊപ്പി വാങ്ങുന്നത്, ആ തൊപ്പിയിൽ നിന്നാണ് 17 മുട്ടകൾ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാകുന്നു, അങ്ങനെ അവർ കൈമുട്ടുന്നു. ഈ സമയത്ത് ക്യുക്ക്മാൻ പറയുന്നു, ഇത് ശരിയല്ല, ഇതും കള്ളത്തരമാണ്, ഇത് നേരത്തെ ഒളിപ്പിച്ച് വെച്ച സംഭവങ്ങളാണ് എന്ന് പറയുന്നു. ആൻഡ് ദ കോൺജുറർ ഈസ് വെരി സ്കിൽഡ് മജീഷ്യൻ. ഹീ ഈസ് എ ഗിഫ്റ്റഡ് മാൻ. ഈ കോൺജുറർ സംബന്ധിച്ചിടത്തോളം, മജീഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഹീസ് എ ഗിഫ്റ്റഡ് മാൻ ആൻഡ് ഹീ പെർഫോംസ് ട്രിക്സ് ഫോർ ദ ഓഡിയൻസ്. ഓഡിയൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പലവിധ ട്രിക്കും ചെയ്യുന്ന വളരെ നല്ലൊരു മനുഷ്യനാണ് മജീഷ്യൻ. ആൻഡ് ഹി വാസ് സോ ടാലൻറ്റഡ് ആൻഡ് ഗിഫ്റ്റഡ്. അദ്ദേഹം വളരെ കഴിവുള്ളവനാണ്, അതേപോലെ തന്നെ ഗിഫ്റ്റഡ് ആണ്. ആൻഡ് ഹി could do difficult tasks like extracting eggs from a hat given by the audience. ഓഡിയൻസ് കൊടുക്കുന്ന ഒരു തൊപ്പിയിൽ നിന്ന് മുട്ട എടുക്കാൻ കഴിയുന്ന അത്രത്തോളം ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതായത് ഇപ്പം
ഓൾറെഡി ചെയ്യാന്ന് പറയുന്നത് മജീഷ്യൻ അയാളുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ ട്രിക്കും കാണിക്കുന്നത്. പക്ഷേ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നൊരു തൊപ്പി വാങ്ങി അതിൽ നിന്നും മാജിക് കാണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത്തരത്തിലുള്ള ടാസ്കുകളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ആൻഡ് ഡ്യൂറിങ് ദ ഷോ ഹി മീറ്റ്സ് ദ ക്യുക്ക് മാൻ ഹൂ ഓൾവേസ് ട്രൈ ടു സ്പോയിൽ ദ ഷോ കംപ്ലീറ്റ്ലി. ഈ ഷോ നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം ക്യുക്കുമാൻ എന്ന ആ ഒരു വ്യക്തിയെ കാണുന്നത്. ആ ക്യുക്കുമാൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആൻഡ് അറ്റ് ഫസ്റ്റ് ദ കോൺജറർ ഇഗ്നോർസ് ഹിം ആൻഡ് കണ്ടിന്യൂസ് ഹിസ് പെർഫോമൻസ്. തുടക്കത്തിൽ തന്നെ ഇയാളിങ്ങനെ ചൊറിഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ ആ മജീഷ്യൻ പ്രതികരിക്കുന്നില്ല. അയാളുടെ ആ ഒരു മാജിക് പെർഫോമൻസ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദ ക്യുക്കുമാൻ അനോയ്സ് ഹിം റിപ്പീറ്റഡ്ലി ആൻഡ് സോ ഹി ഡിസൈഡ്സ് ടു ടേക്ക് റിവെഞ്ച് ഓൺ ഹിം. അങ്ങനെ അയാളെ അവഗണിച്ചുകൊണ്ട് പെർഫോമൻസ് തുടരുന്ന സമയത്തും ഈ ക്യുക്കുമാൻ വീണ്ടും തന്നെ അയാളെ അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ഈ മജീഷ്യൻ തീരുമാനിക്കുന്നത് ഇതിനെന്തായാലും ഒരു പ്രതികാരം ചെയ്യണം. അങ്ങനെ അദ്ദേഹം തീരുമാനിക്കുന്നു. ആൻഡ് ദ കോൺജുറർ അനൗൺസ്ഡ് ദാറ്റ് ഹി വുഡ് ബി ഷോയിങ് ദ ഫേമസ് ജാപ്പനീസ് ട്രിക്ക്. അവസാനം കോൺജുറർ പറയുന്നു, മജീഷ്യൻ പറയുന്നു, ഞാൻ വളരെ പ്രശസ്തമായ ഒരു ജാപ്പനീസ് തന്ത്രമാണ് ഇനി അടുത്തത് കാണിക്കുന്നത് എന്ന് പറയുന്നു. ആൻഡ് ഹി ബോറോഡ് ഐറ്റംസ് ഫ്രം ദി ക്യുക്കുമാൻ. അതിനു വേണ്ടിയിട്ട് ഈ ക്യുക്കുമാൻ്റെ ഓരോ സാധനങ്ങൾ വാങ്ങുന്നു. അറ്റ് ഫസ്റ്റ് ഹി ബോറോഡ് ക്യുക്കുമാൻസ് വാച്ച് ആൻഡ് ബ്രേക്ക് ഇറ്റ് ഇൻ ടു പീസസ്. ആദ്യം തന്നെ ക്യുക്കുമാനോട് പറയുന്നു, താങ്കളുടെ വാച്ച് ഒന്ന് തരൂ. അങ്ങനെ വാച്ച് കൊടുക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് കഴിച്ചു കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കയ്യിലുള്ള സാധനം ഓഡിയൻസിനൊക്കെ ഒന്ന് കാണാമല്ലോ, ആ ഒരു പൊങ്ങച്ചമുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ കയ്യിൽ നിന്നാണല്ലോ അദ്ദേഹം സാധനം വാങ്ങിയത്, അതിൻ്റെ ഒരു അഹങ്കാരവും. അങ്ങനെ വാങ്ങിയ ഈ വാച്ച് 10 പീസാക്കിയിട്ട് തവിട് പൊടിയാക്കി മാറ്റുന്നു. ആൻഡ് ഹി ദെൻ ടുക്ക് ക്യുക്കുമാൻസ് ഹാൻഡ്കർച്ചീഫ് ആൻഡ് പഞ്ച്ഡ് ഹോൾസ് ഇൻ ഇറ്റ്. അടുത്തതായിട്ട് ക്യുക്കുമാനോട് പറയുന്നു, താങ്കളുടെ ഹാൻഡ്കർച്ചീഫ് ഒന്ന് തരാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ വാങ്ങുന്ന ആ ഹാൻഡ്കർച്ചീഫിൽ കുറേ ഓട്ടകൾ ഉണ്ടാക്കുന്നു, കുറേ തുളകൾ ഉണ്ടാക്കുന്നു. ആൻഡ് ദ ക്യുക്കുമാൻ ആൻഡ് ദ ഓഡിയൻസ് തോട്ട് ഇറ്റ് വാസ് ട്രിക്ക്. ഈ സമയത്ത് ക്യുക്കുമാനും ഓഡിയൻസും വിചാരിക്കുന്നത് ഇതൊക്കെ ട്രിക്കാണ്, മാജിക് ആണെന്നാണ്. ആൻഡ് ദ കോൺജറർ ദെൻ ടുക്ക് ഹിസ് ഹാറ്റ് ആൻഡ് ടാമ്പിൾഡ് ഓൺ ഇറ്റ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ തൊപ്പിയാണ് വാങ്ങുന്നത്, ആ തൊപ്പിയും നശിപ്പിക്കുന്നു. ആൻഡ് ദെൻ ഹി ബേൺസ് ക്യുക്കുമാൻസ് കോളർ. ക്യുക്കുമാൻ്റെ കോളർ അദ്ദേഹം നശിപ്പിക്കുന്നു. ആൻഡ് ഓൾസോ സ്മാഷ്ഡ് ഹിസ് സ്പെക്ടാക്കിൾസ്. പിന്നീട് ക്യുക്കുമാൻ്റെ സ്പെക്ടാക്കിൾസ്, കണ്ണടയും നശിപ്പിക്കുന്നു. അങ്ങനെ ക്യുക്കുമാൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് മുഴുവൻ ഈ കോൺജുറർ നശിപ്പിക്കുന്നു. ദ കോൺജുറർ കംപ്ലീറ്റഡ് ഹിസ് ഡിസ്ട്രക്ഷൻ ഓർ റിവെഞ്ച് ബൈ ഡിസ്ട്രോയിങ് ഓൾ ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഓഫ് ദ ക്യുക്കുമാൻ വിത്ത് ഹിസ് പെർമിഷൻ. അങ്ങനെ ഇയാളുടെ സമ്മതത്തോടുകൂടി, ക്യുക്കുമാൻ്റെ സമ്മതത്തോടു കൂടി അയാളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങുന്നു, അതെല്ലാം നശിപ്പിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഹ്യൂമറസ് ദാറ്റ് ദി കോൺകറർ ഓർ ദ കോൺജറർ സീരിയസ്ലി ആസ്ക്ഡ് ഫോർ ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ആൻഡ് ദ ക്യുക്കുമാൻ ഗിവ്സ് എവറിഥിങ് ഹാപ്പിലി. ഇതിലെ ഏറ്റവും നർമ്മം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് ഈ മജീഷ്യൻ ഓരോ സാധനങ്ങൾ ക്യുക്കുമാനോട് ചോദിക്കുന്നത്. ക്യുക്കുമാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതൊക്കെ കൊടുക്കുന്നത്. കാരണം മാജിക്കിൽ തൻ്റെ സാധനങ്ങളാണല്ലോ ഇതൊക്കെ, അത് 4 പേര് കാണട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു പൊങ്ങച്ചത്തിലാണ് ഇതൊക്കെ കൊടുക്കുന്നത്. ആൻഡ് ക്യുക്കുമാൻ അറ്റ് നോ പോയിന്റ് റിയലൈസസ് ദ റിവെഞ്ച്. ഒരു സ്ഥലത്തും അല്ലെങ്കിൽ ഈ ഇത്രയും സാധനങ്ങൾ നശിപ്പിച്ചിട്ടും അതൊരു പ്രതികാരമാണ് എന്ന് ക്യുക്കുമാന് മനസ്സിലാകുന്നില്ല. ആൻഡ് ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ദാറ്റ് വെൻ വി കനോട്ട് അപ്രീഷിയേറ്റ് എ പേഴ്സൺ വി ഷുഡ് ലേൺ ടു കീപ്പ് ഇറ്റ് ടു അവേഴ്സെൽസ്. ഈ സ്റ്റോറിയിലൂടെ സ്റ്റീഫൻ ലീകോക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. അതായത് നമ്മൾ പറയും ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യരുത് എന്ന്. അതായത് ഗുണം ചെയ്യാൻ കഴിയില്ലെങ്കിൽ വേണ്ട, ഒന്നും ചെയ്യണ്ട, അല്ലാതെ അയാളെ ദ്രോഹിക്കാൻ പാടില്ല. നമുക്ക് പ്രത്യേകിച്ചും നമ്മളെ കൊണ്ട് പറയുന്നതാണ്, അപ്രീഷിയേറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഒരാളുടെ നന്മ കണ്ടാൽ അതിനെ അംഗീകരിക്കാൻ
നമുക്ക് ബുദ്ധിമുട്ടാണ്. അതേസമയം കുറ്റം കണ്ടു കഴിഞ്ഞാൽ അത് ഇരട്ടിയായിട്ട് പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെ പാടില്ല. അതേപോലെ തന്നെ ഇഫ് വി കോസ് അൺനെസസറി ഇറിറ്റേഷൻ ബി റെഡി ടു ഫേസ് എനി ഡിസ്ട്രക്ഷൻ ഓർ കോൺസിക്വൻസ്. അതേപോലെ തന്നെ ആവശ്യമില്ലാതെ ഒരാളെ ചൊറിയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നേരിടാൻ പറ്റുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ നാശനഷ്ടങ്ങളും സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള ചൊറിച്ചിലിന് പോവുക എന്നുള്ള ഒരു ആശയം കൂടി നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇതിലെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. എന്താണ് ദ കോൺജുറേഴ്സ് റിവഞ്ച് എന്ന ആ ഒരു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. പിന്നീട് ചോദിക്കാവുന്നത് വാട്ട് ആർ ദ ട്രിക്സ് പ്ലേഡ് ബൈ ദ കോൺജുറർ, കോൺജുററുടെ ആ ട്രിക്സ് എന്തൊക്കെയാണ്. ദെൻ പിന്നെ ചോദിക്കാവുന്നത് വാട്ട് ഈസ് ദ ഫേമസ് ജാപ്പനീസ് ട്രിക്ക് പ്ലേഡ് ബൈ ദ കോൺജുറർ. പിന്നീട് ചോദിക്കാവുന്നത് വാട്ട് ഈസ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ക്യുക്ക് മാൻ. ഇത്രയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റ്സ്, ക്വസ്റ്റ്യൻസ് ഓൾസോ. Hope it is very useful to you. Thank you.